Hyundai Verna 2023 ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹ്യുണ്ടായി വെഹിക്കിൾ ലൈനപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൊരു പുതിയൊരു വാഹനമാണ്. ഒരു സേഫ്റ്റി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ വെർണ അറിയപ്പെടുന്നത്. ഹ്യുണ്ടായുടെ മറ്റു വാഹനങ്ങളിലൊന്നും കിട്ടിയിട്ടില്ലാത്തൊരു അച്ചീവ്മെൻ്റ് ആണ്. ക്രാഷ് ടെസ്റ്റിൽ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് എന്ന് പറഞ്ഞ് അത് ഹ്യുണ്ടായിക്ക് നേടിക്കൊടുത്ത് വെർണ എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ്, അതായത് 2023 മോഡലാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്ന ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ്, ഈ വാഹനത്തിൻ്റെ ഒരു സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെയാണ്. വെർണയുടെ ഇന്ത്യയിലൊരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണ്. 2006 മുതൽ ഇങ്ങോട്ടാണ് വെർണ എന്ന് പറയുന്നൊരു വാഹനം ഇന്ത്യൻ നിരത്തുകളിൽ എത്തി തുടങ്ങിയത്. വെർണയുടെ ഫസ്റ്റ് ജനറേഷൻ കഴിഞ്ഞ് സെക്കൻഡ് ജനറേഷൻ മോഡൽ, ഇത് 3ാം തലമുറ എന്ന് വിശേഷിപ്പിക്കാവുന്ന വാഹനമാണിത്. ഫീച്ചർ വൈസ് ഭയങ്കര റിച്ച് ആകുന്നു, സേഫ്റ്റി കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ഡീസൽ എഞ്ചിൻ കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ചെയ്ത് പോകുന്നു, 2 പെട്രോൾ എഞ്ചിൻ മാത്രം എത്തുന്നു. ഇനി നമുക്ക് ഈ ഒരു മോഡലിലേക്ക് 2023 മോഡലിലേക്ക് സ്പെസിഫിക് ആയിട്ട് പോകാം. വെർണയുടെ ഡിസൈൻ നമ്മൾ പറഞ്ഞു പോകുമ്പം ഏറ്റവും എടുത്ത് പറയേണ്ടത് ഈ വാഹനത്തിന് മുമ്പിൽ കാണുന്ന DRL ലൈറ്റാണ്. ആ DRLകളെ കണക്ട് ചെയ്ത് ഒരു സെൻറ്ററിൽ ഒരു വലിയൊരു ലൈറ്റ് സ്ട്രിപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ നേരെ താഴോട്ട് നോക്കേണ്ടത് അതിൻ്റെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈനാണ്. കമ്പാരിറ്റീവ്ലി വലുപ്പം കുറഞ്ഞൊരു ഹെഡ് ലാമ്പായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ അതൊരു 4 ആരെ LED ലൈറ്റാണ്. അതിൽ 2 എണ്ണം മാത്രമാണ് നമ്മളൊരു ലോ ബീമിൽ വർക്ക് ചെയ്യുന്നത്. ഗ്രില്ല് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് ഈ ഒരു ചെറിയ ഏരിയ മാത്രമാണ്. അതിനെ തന്നെ നമുക്ക് എയർ ഇൻടേക്കിൻ്റെ ഒരു പരിധി വരെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. താഴോട്ട് എയർ ഇൻടേക്കിൻ്റെ ആ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 2 സോൺ ഉൾപ്പെടെയുള്ള വാഹനത്തിൽ കണ്ടിട്ടുള്ള ആ ഒരു പാരാമെട്രിക് ജുവൽ ആ ഒരു ഡിസൈനിലുള്ള ഫൈബർ എലമെൻറ്റ്സ് കൊണ്ടാണ് ആ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം, അതായത് അഡാസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു സേഫ്റ്റി ഫീച്ചർ ഉണ്ട്. അത് ശരിക്കും ഈ ഒരു ബോക്സ് അതിൻ്റെ റഡാർ സംവിധാനങ്ങളാണ് അതിൽ വരുന്നത്. അതിന് അധിഷ്ഠിതമായിട്ടാണ് ഇതിലെ സേഫ്റ്റി ഫീച്ചർ ഭൂരിഭാഗവും വരുന്നത്. ഏറ്റവും താഴെ കാണാൻ പറ്റുന്ന അതിൻ്റെ ലോവർ ലിപ്പ് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഭാഗം ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ബോണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ പവർ ലൈനുകളൊക്കെ കൊടുത്ത്, അതുപോലെ നോർമൽ ഇപ്പോഴത്തെ ഹ്യുണ്ടായുടെ വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള പോലെ ഗ്രില്ലിൽ നിന്ന് മാറി ബോണറ്റിലേക്ക് ഒരു ലോഗോ ഒക്കെ കൊടുത്തിട്ടാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ നോട്ടബിൾ ആയിട്ടുള്ള ഏതാനും മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതുമകൾ നമുക്ക് വശങ്ങളിൽ കാണാൻ വേണ്ടി പറ്റും. അതിലെടുത്ത് പറയേണ്ട ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള 16 ഇഞ്ച് അലോയ് വീൽസാണ്. ഫുള്ളി ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ളൊരു വീലാണ്. സ്റ്റൈലിഷ് ഡിസൈൻ തന്നെയാണ്. അതിനൊപ്പം കുറച്ച് സ്പോർട്ടി ഭാവം കൊടുക്കുന്നതിനായി റെഡ് കളറിലെ കാലിപ്പർ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇതിൻ്റെ വീൽ ബേസ് ഒത്തിരി ഉയർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. 2670 mm ആണ് പുതിയതായിട്ട് വന്ന വെർണയുടെ വീൽ ബേസ്. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കും സുരക്ഷയ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ട് സൈഡ് ബേസ് ചെയ്തിട്ട് വരുന്ന സുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം നമ്മൾ പലപ്പോഴും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക. അതിനുള്ളൊരു പരിഹാരവും ഇത്തവണ വന്നിട്ടുണ്ട്. അതിൻ്റെ ലോഗോ നമുക്ക് ഈ സൈഡ് മിററിലൊരു ത്രികോണത്തിലുള്ള ലോഗോ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു വാഹനം നമുക്ക് ഒത്തിരി അടുത്തേക്ക് നമുക്ക് ചേർന്ന് വരികയാണെങ്കിൽ നമ്മൾ ചേർന്ന് അങ്ങോട്ട് പോകുകയാണെങ്കിൽ അതിനുള്ള വാണിംഗ് വാഹനം നമുക്കകത്ത് ഡ്രൈവറിന് തരുന്നുണ്ട്. ഡിസൈൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ക്യാരക്ടർ ലൈനുകളൊക്കെ കൊടുത്ത് ഒരു സ്പോർട്ടി ഭാവം വശത്തിനാകെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സെഡാൻ എന്നതിനേക്കാൾ ഉപരി ഒരു സ്പോർട്ട് ബാക്ക് അല്ലെങ്കിൽ ഒരു കൂപ്പെ വാഹനത്തിൻ്റെ ഡിസൈനാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. റൂഫിൽ നിന്ന് ചാഞ്ഞിറങ്ങി വന്നിട്ട് ഒത്തിരി ബൂട്ട് ബാക്കിലേക്ക് തള്ളാൻ ശരിക്കും ഒരു സ്പോർട്ട് ബാക്ക് ഡിസൈനാണ് ഇതിൻ്റെ റിയർ പോർഷനിൽ വന്നിട്ടുള്ളത്. 2 സൈഡിൽ LED ലൈറ്റും ടെയിൽ ലാമ്പ് ആ ഒരു LED കണക്റ്റഡ് സ്ട്രിപ്പ് എല്ലാം കൂടെ ചേർന്ന് ഒരു മാതൃക നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ലൈറ്റ് സ്റ്റഡുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഇതിൻ്റെ ഒരു ടെയിൽ ലാമ്പ് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നത് തന്നെയാണ്. ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലൈറ്റും കൊടുത്തിരിക്കുന്ന ഹാലജൻ ആയിട്ടാണ്. അത് കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈൻ ഭയങ്കര സ്റ്റൈലിഷാണ്. കാരണം ഒരു 3 ലൈനുകളായിട്ട് വന്നിട്ട് അതിനുള്ളിലാണ് ആ ലൈറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. വെർണ എന്നുള്ളൊരു ബാഡ്ജിങ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് സ്ട്രിപ്പിൻ്റെ ഗ്ലാസ്സിനകത്ത് വളരെ സേഫ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. റിവേഴ്സ് സെൻസറുകൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ബൂട്ട് ഇവിടെ 1 പ്രസ്സിൽ ഓപ്പൺ ചെയ്യുന്നതിനുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെഡാൻ ആയതുകൊണ്ട് തന്നെ 560 ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് അല്ലെങ്കിൽ ബൂട്ട് സ്പേസ് ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. ബ്ലാക്കിലൊരു റെഡ് ലൈനുകളും റെഡ് സ്റ്റിച്ചിങ്ങുകളൊക്കെ ആ ഒരു കോമ്പിനേഷനിലാണ് ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. ഫീച്ചേഴ്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഡ്രൈവർ ഓറിയൻറ്റഡ് കാർ എന്ന് നമുക്കിതിനെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണെങ്കിലും അതിൻ്റെ ഒരു ഷേപ്പ് ചെറിയൊരു കർവി ആയിട്ടാണ് വരുന്നത്. അതായത് ഡ്രൈവറിന് കൂടുതൽ ആക്സസബിൾ ആയിട്ടുള്ള രീതിയിൽ കുറച്ച് കർവി ആയിട്ടാണ് 10.25 ഇഞ്ച് വലുപ്പത്തിൽ 2 സ്ക്രീനായിട്ടാണ് ഇത് 2 സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. 2 സ്പോക്ക് കമ്പാരിറ്റീവ്ലി വലുപ്പം കുറഞ്ഞ് റെഡ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് ലെതർ സ്റ്റിയറിംഗ് വീല് കൊണ്ടുവന്നിട്ട് ഈ വാഹനം കുറച്ചും കൂടെ സ്പോർട്ടി ആക്കുന്നുണ്ട്.
നമ്മളിതിൻ്റെ ഫീച്ചറിലേക്ക് വരികയാണെങ്കിൽ ഈ വാഹനം നമുക്കൊരു തെഫ്റ്റ് ഭീഷണി, വാഹനം ഡയഗ്നോസ് ചെയ്യേണ്ട പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതെല്ലാം ബ്ലൂ ലിങ്ക് അധിഷ്ഠിതമായിട്ട് ഉള്ള ഫീച്ചറായിട്ട് ഇതിനകത്തേക്ക് വരുന്നുണ്ട്. 17 അഡാസ് ബേസ്ഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ ഫോർവേഡ് കൊളീഷൻ വാർണിംഗ് ആണെങ്കിലും ഫോർവേഡ് കൊളീഷൻ അവോയ്ഡ് അസിസ്റ്റൻസ് സംവിധാനമാണെങ്കിലും പിന്നെ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞ ബ്ലൈൻഡ് സ്പോട്ട്, ലൈൻ വാച്ച്, നിലത്തെ സാഹചര്യത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ അത്യാവശ്യമായിട്ടുള്ള ഫീച്ചറുകൾ തന്നെയാണ് ആ 17 എണ്ണവും. ഹ്യുണ്ടായിയുടെ എല്ലാ വാഹനങ്ങളും ഇപ്പോൾ 6 എയർ ബാഗ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ആ ഒരു ഫീച്ചർ ഈ വാഹനത്തിലും കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ നമ്മളിനി ഇപ്പം എടുത്ത് പറയേണ്ട മറ്റ് ഫീച്ചറുകളെ കുറിച്ചാണ്. ഇൻബിൽട്ട് മാപ്പ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ ആണെങ്കിലും നമ്മുടെ എന്താണ് വാലറ്റ് മോഡ് ആണെങ്കിലും ക്വയറ്റ് മോഡാണ്, റേഡിയോ, മീഡിയ, ബ്ലൂ ലിങ്ക്, സെറ്റിങ്സ് 3 സ്ക്രീനായിട്ടാണ് വരുന്നത്. ബേസ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ക്രീനിൽ ടൈമും പിന്നെ അതുപോലെ നമുക്ക് മാപ്പും സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലും കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ടാണ് വരുന്നത്. ഒരു സൈഡിൽ നമ്മുടെ ഒരു ഓഡോമീറ്ററും മറ്റേ സൈഡിൽ സ്പീഡോമീറ്ററും വരുന്ന രീതിയിൽ സെൻറ്ററിൽ ഒരു സ്ക്രീൻ അതും കൊടുത്തിട്ടുണ്ട്. നോർമലി നമ്മൾ ക്രൂയിസ് കൺട്രോൾ കണ്ടിട്ടുള്ള സ്റ്റിയറിങ്ങിൻ്റെ റൈറ്റ് പോർഷനിലാണെങ്കിൽ ഇത്തവണ അത് ലെഫ്റ്റ് പോർഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. റൈറ്റ് പോർഷനിൽ ശരിക്കും നമ്മുടെ വോയിസ് കമാൻഡും പിന്നെ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആക്സസ് ചെയ്യുന്നുള്ള സ്വിച്ചുകളാണിത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെയും ഒരു ഡിഫറൻസ് വെർണയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റ് അതിൻ്റെ ഒരു പാനലിൻ്റെ സൈഡിലായിട്ട് ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. ആ സ്വിച്ച് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ താഴെയുള്ള ആ ഒരു ഏരിയ നമുക്ക് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആക്സസ് ചെയ്യുന്നതിനുള്ള കീസ് അതിനുള്ള ടച്ച് പാഡായിട്ട് അത് മാറുന്നുണ്ട്. അത് ഭയങ്കര അഡ്വാൻസ് ഫീച്ചർ തന്നെയാണ് ഈ വാഹനം സംബന്ധിച്ച്. ഈ വാഹനത്തിൻ്റെ മുമ്പിലത്തെ 2 നിരയും വെന്റിലേറ്റഡ് സീറ്റുകളാണ് വരുന്നത്. അത് കൺട്രോൾ ചെയ്യുന്നതിനുള്ളൊരു പാനൽ 4 സ്വിച്ചുകൾ ഇതിൽ വന്നിട്ടുണ്ട്. അത് എക്കോ സ്പോട്ട് 2 മോഡുകളാണ്. അത് സെലക്ട് ചെയ്യുന്നതിനുള്ള 2 സ്വിച്ചുകളുണ്ട്. പാർക്കിംഗ് ക്യാമറ നമ്മുടെ സ്ക്രീനിൽ കാണുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്വിച്ച്, അത് നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് മോഡിൽ അല്ലെങ്കിൽ പോലും അത് ആക്സസ് ചെയ്യുന്നുള്ള സ്വിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 7 സ്പീഡ് DCT മോഡലാണ്. അതിൻ്റെ ഒരു എന്താ പറയുക വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറച്ചും കൂടെ സ്പോർട്ടി ഭാവം കൊടുക്കുന്നതിനുള്ളൊരു ഗിയർ ലിവർ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പാർഷ്യലി ഒരു എൻലൈൻ ഡിസൈൻ ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. AC വെന്റിൻ്റെ ഒക്കെ താഴെ കൂടെ ഒരു ബ്ലൂ ലൈറ്റ് പോകുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു റെഡ് ലൈൻ ഈ വാഹനത്തിൽ ഇൻറ്റീരിയറിലുടനീളം പോയിട്ടുണ്ട്. അപ്പോൾ പനോരമിക് നോർമൽ ഒരു സൺറൂഫ് വന്നിട്ടുണ്ട്. എന്നാൽ മൊത്തത്തിൽ ഒരു പ്രീമിയം ഭാവം അതിനൊപ്പം കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ടാണ് പുതിയൊരു വെർണ വന്നിട്ടുള്ളത്. 2670 mm വീൽ ബേസിൻ്റെ ഒരു ഗുണവും ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ സ്പേഷ്യസ് ആണ് ഇൻറ്റീരിയർ വരുന്നത്. നമുക്ക് മുമ്പിലാണെങ്കിലും ബാക്കിലാണെങ്കിലും യാത്രക്കാരെ വളരെ കംഫർട്ടബിൾ ആക്കുന്ന രീതിയിൽ വളരെ സ്പേഷ്യസ് ആയിട്ട് വരുന്നുണ്ട്. മുമ്പിലെ ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് നോർമൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ബോട്ടിലൊക്കെ വെക്കുന്നതിനുള്ളൊരു ഫീച്ചറുണ്ട്. പക്ഷേ ഇവിടെ അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ട് പുഷ് എന്നൊരു സ്വിച്ച് കാണാം. നമ്മൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടിൽ ഹോൾഡർ ആകും. കാരണം ഒരു സാധനം വന്ന് കവർ ചെയ്യുന്നു. മുമ്പിലത്തെ 2 പാസഞ്ചേഴ്സ് സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ നമ്മളെ റിമൈൻഡ് ചെയ്യിക്കുക അല്ലെങ്കിൽ അതിനുള്ള വാർണിംഗ് തരിക എന്നുള്ളായിരുന്നു. പക്ഷേ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് 5 സീറ്റിലുള്ളവർക്കും ആ സീറ്റ് ബെൽറ്റ് വേണം. അതിന് ബാക്കിൽ 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. ബാക്കിലുള്ള പാസഞ്ചേഴ്സ് സീറ്റ് ബെൽറ്റ് ഇട്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള വാർണിംഗ് തരുന്നതിന് വേണ്ടിയിട്ട് പാസഞ്ചർ സൈഡിൽ ചെറിയൊരു സ്ക്രീൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന വാഹനം എന്ന് പറഞ്ഞാൽ 1.5 ലിറ്റർ ടർബോ എഞ്ചിൻ മോഡൽ DCT ട്രാൻസ്മിഷൻ വാഹനമാണ്. വെർണ ലൈനപ്പിൽ നിന്ന് ഡീസൽ എഞ്ചിൻ മോഡൽ കംപ്ലീറ്റ്ലി അവർ ഒഴിവാക്കി എന്നുള്ളത് തന്നെയാണ്. അതിന് പകരം 2 പെട്രോൾ എഞ്ചിൻ, ഒരു ടർബോ എഞ്ചിനും ഒരു നോൺ ടർബോ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുമാണ് വന്നിട്ടുള്ളത്. ശരിക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും പവർഫുൾ സെഡാൻ കൂടിയാണിത്. കാരണം ഇത് 160 PS പവറും 253 Nm ടോർക്കുമാണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മോഡലും വരുന്നുണ്ട്. നോർമൽ മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ അത് 115 PS പവറും 144 Nm ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രൈവിൽ നമുക്ക് കിട്ടിയ ഒരു ഫീൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ സമാനമായ പെർഫോമൻസ് നമുക്കിനകത്ത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് എടുത്ത് നമ്മുടെ ഇനിഷ്യലി നമുക്ക് ആ ഒരു ടർബോ ചാർജ് ആയി വരുന്നിടം വരെ അല്ലെങ്കിൽ ടർബോ ആക്റ്റീവ് ആകുന്നിടം വരെ ആ ഒരു ചെറിയ ലാഗ് നമുക്ക് ഡ്രൈവിൽ ഫീൽ ചെയ്യും. പിന്നെ അതിനേക്കാളെല്ലാം ഉപരി നമ്മളിത് പറയേണ്ട ഇതിനകത്തൊരു DCT ട്രാൻസ്മിഷനാണ്. ഫസ്റ്റ് ഗിയറിന് സെക്കൻഡിലേക്കുള്ളൊരു ചേഞ്ചിന് മാത്രമേ ചെറിയൊരു ലാഗ് വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വളരെ ഒരു 5 അല്ലെങ്കിൽ D6 വരെ വളരെ ക്വിക്കായിട്ടുള്ള ട്രാൻസ്മിഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ആ 7ാമത്തേലേക്ക് പോകാൻ വേണ്ടി നമുക്കിപ്പോൾ നമ്മൾ ഓടിച്ച റോഡുകളൊന്നും പര്യാപ്തമല്ല എന്നുള്ളതാണ് എൻ്റെ ഇത്. നോർമലി നമുക്കറിയാം ഒരു സെഡാൻ വാഹനമാണ്. അപ്പോൾ ബോഡി റോൾ താരതമ്യേന കുറവായിരിക്കും. കാരണം വാഹനത്തിൽ നമുക്കറിയാം ഇപ്പം ഇത്രയും ലെങ്ത് ഉള്ളൊരു വണ്ടിയാണ്, അല്ലെങ്കിൽ ഇത്രയും വീൽ ബേസ് ഉള്ളൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ബോഡി റോൾ നമുക്ക് കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. വെർണയിൽ നോർമലി ഹ്യുണ്ടായിയുടെ വാഹനങ്ങളെല്ലാം കൊടുക്കുന്ന സസ്പെൻഷൻ സംവിധാനം തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. ഇത് ശരിക്കും ഒരു സേഫ്റ്റി സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ഒരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്രാഷ് ടെസ്റ്റിനെ ഇത്രയും വലിയൊരു പോയിന്റോടെ അതിജീവിക്കുന്ന ഒരു മോഡൽ വെർണയാണ്. 6 എയർ ബാഗ് എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഫീച്ചർ ആക്കുക എന്നുള്ള ഹ്യുണ്ടായി മാത്രമാണ് ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. സുരക്ഷയ്ക്ക് അവർ കൂടുതൽ പ്രാധാന്യം നൽകി തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ
അതിൻ്റെ ഭാഗമാണ് ഈ വെർണ. ഇപ്പം ഏറ്റവും ഒടുവിലെത്തിയ വാഹനമാണ് ഇവരുടെ ഒരു ലൈനപ്പിൽ. അത് 5 സ്റ്റാർ റേറ്റിംഗ് നേടുന്നത്. വാഹനം കൂടുതൽ കരുത്തുള്ളതാകുന്നു. അപ്പം തുടർന്ന് മുമ്പോട്ടുള്ള വാഹനങ്ങൾ സേഫ്റ്റിക്കും കൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതാണ്.